എരമല്ലൂരിൽ ഇന്നലെ രാത്രിയുണ്ടായ അപകടം ഞെട്ടിപ്പിക്കുന്നതാണ്. ഉയരപാതയിൽ ഗർഡർ സ്ഥാപിക്കുന്നതിനിടെ ഗർഡർ തെന്നി താഴേക്ക് പോരുകയായിരുന്നു. ഈ സമയം താഴെ റോഡിലൂടെ എത്തിയ പിക്കപ്പ് വാൻ ഗർഡറിനടിയിൽ ഞെരിഞ്ഞമർന്നു. വാഹനമോടിച്ച ഡ്രൈവർ രാജേഷിന് തൽക്ഷണം ജീവൻ നഷ്ടമായി. അപകടം നടന്ന ഉടൻ കരാർ കമ്പനി ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് പോലീസ് എത്തിയാണ് ഇവരെ തിരിച്ചു കൊണ്ടുവന്നത് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പ്രൈം സ്റ്റോറി: ഈ അനാസ്ഥയ്ക്ക് ആര് ഉത്തരം പറയും? ഇത്രയും വലിയ നിർമ്മാണ ജോലി നടക്കുമ്പോൾ എന്തുകൊണ്ട് വാഹനങ്ങൾ കടത്തിവിട്ടു? സുരക്ഷാ മുൻകരുതൽ എന്തുകൊണ്ട് ഉണ്ടായില്ല? പ്രതി ജോസഫ് പറയും വിവരങ്ങൾ. എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന്. ആ ഗർഡർ വന്ന് നേരെ വണ്ടി, ആ ഡ്രൈവർ ഇരിക്കുന്ന വശം തന്നെ കുത്തി നിൽക്കുമായിരുന്നു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആൾക്ക് ചെറിയ അനക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ആ ഗർഡർ വെയിറ്റുള്ള സാധനമല്ലോ, ഒരു ക്രെയിൻ ഉപയോഗിക്കാണ്ട് മാറ്റാതെ നമുക്കൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. പോലീസ് ഫയർഫോഴ്സൊക്കെ വന്നിട്ട് നമുക്ക് നോക്കിയേക്കാനേ പറ്റുന്നുണ്ടല്ലോ. ഇവരുടെ ക്രെയിനിൻ്റെ ആളൊന്നും എല്ലായിടത്തും മാറ്റിയപ്പോൾ തന്നെ ഏകദേശം 3.5 മണിക്കൂറോളം സമയമെടുത്തു. അരൂർ ചേർത്തല പാതയിൽ ഉയരപ്പാത നിർമ്മാണം നടക്കുന്നിടത്ത് ഇത്രയും വലിയ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ആ നിർമ്മാണ കമ്പനിയെ കാണിക്കേണ്ട ഉത്തരവാദിത്വമില്ലായ്മയും അവർ പുലർത്തേണ്ട ശ്രദ്ധയില്ലായ്മയുമാണ് രാജേഷ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മിനി ലോറി ഡ്രൈവറുടെ ജീവൻ ബലി കൊടുക്കാൻ ഇടയാക്കിയത് എന്ന് നിസ്സംശയം പറയാം. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നാണ് കമ്പനി പറയുന്നത്. എന്നാൽ അതുവഴി വന്ന മറ്റെല്ലാവരും പറയുന്നത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നില്ല എന്നാണ്. രാജേഷ് എന്ന് പറയുന്ന ഈ മിനി ലോറി ഡ്രൈവർ അതിൻ്റെ ഇരയായി എന്ന് മാത്രമേ ഉള്ളൂ. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് എരമല്ലൂരിനടുത്ത് അപകടമുണ്ടായത്. തമിഴ്നാട്ടിലെ അംബാസമുദ്രത്തിൽ പോയി മുട്ട കയറ്റിക്കൊണ്ടുവരികയായിരുന്നു രാജേഷ് തൻ്റെ മിനി ലോറിയിൽ. മറ്റൊരാളുടെ ലോറിയാണ്, അതിൽ ഡ്രൈവറായി പോയതാണ് രാജേഷ്. അരൂർ ഭാഗത്ത് വന്നപ്പോൾ വാഹനം വഴിതിരിച്ചു വിട്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. കമ്പനി നിർദ്ദേശിച്ചിരുന്ന ഇടത്തുകൂടിയാണ് വാഹനം പോയത് എന്നാണ് ലോറിയുടെ ഉടമയും മറ്റുള്ള ആളുകളും പറയുന്നത്. എന്തായിരുന്നാലും അപ്രതീക്ഷിതമായി ഈ മിനി ലോറിക്ക് മുകളിലേക്ക് ഭീമൻ ഗർഡർ പതിക്കുകയായിരുന്നു. ഒന്ന് അനങ്ങാൻ പോലും ആകാതെ എന്ന് പറയാം. രാജേഷും ആ ലോറിയുമൊക്കെ ആ ഗർഡറുകളുടെ അടിയിൽ അമർന്നു പോയി. ഹൈഡ്രോളിക് ജാക്കി തെന്നിപ്പോയതാണ് ഇത്തരമൊരു അപകടത്തിന് കാരണമെന്നാണ് നിർമ്മാണ കമ്പനിയുടെ പ്രതിനിധികൾ പറയുന്നത്. കാരണം എന്തു തന്നെയായിരുന്നാലും ആ സമയത്ത് അതുവഴി യാതൊരു കാരണവശാലും വാഹനങ്ങൾ കടത്തി വിടരുതായിരുന്നു. കൃത്യമായ മുന്നറിയിപ്പ് നൽകേണ്ടിയിരുന്നു. അങ്ങനെ അശ്രദ്ധയും ഉത്തരവാദിത്വമില്ലായ്മയും ഒക്കെ ചേർന്നാണ് ഒരു ചെറുപ്പക്കാരൻ്റെ, അതും ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്ന രാജേഷ് എന്ന ചെറുപ്പക്കാരൻ്റെ ജീവൻ തട്ടിയെടുത്തത്. രാത്രി 10 മണിയോടെ രാജേഷ് വീട്ടിലേക്ക് വിളിച്ചിരുന്നു. 2 അല്ലെങ്കിൽ 3 മണിക്കൂറിനകം വീട്ടിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വീട്ടിലെത്തുന്ന മകനെ അല്ലെങ്കിൽ ഗൃഹനാഥനെ കാത്തിരുന്നവർക്ക് മുന്നിലേക്കാണ് ഇപ്പോൾ കുറച്ചു മുൻപ് രാജേഷിൻ്റെ ചേതനയറ്റ ശരീരം എത്തിയത്. രാജേഷിന് ഭാര്യയും 2 മക്കളുമുണ്ട്. വിദ്യാർത്ഥികളാണ് മക്കളിൽ ഒരാൾക്ക് കാര്യമായ തോതിൽ രോഗം ബാധിച്ച് ചികിത്സയും മറ്റും നടക്കുന്നു. രാജേഷിൻ്റെ വരുമാനം മാത്രമായിരുന്നു അവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത്. കുടുംബം പുലർത്താൻ വേണ്ടി എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാകുന്ന ഒരാളായിരുന്നു രാജേഷ്. അതായത് വാഹനമോടിക്കുക മാത്രമല്ല, നിലമൊരുക്കുക, അങ്ങനെ എന്ത് പണി കിട്ടിയാലും പോകും. അതിന് പണിക്കൂലി കിട്ടണം, ആ പണിക്കൂലി കൊണ്ട് കുടുംബം പുലർത്തണം, അത് മാത്രമായിരുന്നു അയാളുടെ ആഗ്രഹം. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതെ, രാജേഷിന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്തയുടെ ഞെട്ടലിൽ തന്നെയാണ് ഹരിപ്പാട് പള്ളിപ്പാടുള്ള കുടുംബവും ആ നാട്ടുകാരുമൊക്കെ. മകൻ ഫുട്ബോൾ താരമാകുന്നതും മകളുടെ പാൻക്രിയാസിന്റെ ചികിത്സ ഭേദമാകുന്നതുമൊക്കെ കാണാൻ കാത്തുനിൽക്കാതെയാണ് രാജേഷ് മടങ്ങുന്നത്. രാജേഷിന്റെ കുടുംബത്തിന് കരാർ കമ്പനി 25 ലക്ഷം രൂപയും സർക്കാർ 4 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ധനസഹായങ്ങൾ ആശ്വാസം തന്നെയാണ്, പക്ഷേ നഷ്ടപ്പെട്ട ജീവന് പകരം വയ്ക്കാനാവില്ലല്ലോ. നമ്മുടെ സംവിധാനങ്ങളുടെ അനാസ്ഥയാണ് ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയത് എന്ന് തിരിച്ചറിയുമ്പോൾ വേദന മാത്രമല്ല, ആ മക്കളുടെ മുന്നിൽ നമ്മൾ തോറ്റുപോവുക കൂടിയാണ്. എൻ്റെ അനിയൻ എൻ്റെ കുഞ്ഞമ്മയുടെ മോനാവും. അവനിതിപ്പോൾ സംഭവിച്ചു തന്നെ. അവൻ്റെ ജീവിതം, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം എങ്ങനെയാണ് വളരെ പ്രയാസമായി മുന്നോട്ടുള്ള ജീവിതം. ഞങ്ങളോടൊക്കെ നല്ല സഹകരണവും, ജോലിക്ക് പോകും, കുഞ്ഞുങ്ങളെ നോക്കുകയും ഭാര്യ നല്ല സ്നേഹത്തോടെ പറയാൻ കണ്ടു പറയുമ്പോൾ അവനൊരു മോനുണ്ട്. അവനെ ഈ സ്പോർട്സ്, അതായത് ഫുട്ബോളിൽ അവനെ ഒന്ന് എവിടെയെങ്കിലും എത്തിക്കണമെന്നും പറഞ്ഞ് അതിനെ പരിശീലനം കൊടുത്തു ഒക്കെ. അതിനുവേണ്ടിയാണ് അവൻ ഈ ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടെല്ലാം. നല്ലൊരു അധ്വാനിയും സൗമ്യനും ശാന്തനും പള്ളിപ്പാട്ടുകാർക്കെല്ലാം വളരെ സ്നേഹിതനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. 9:45 വിളിക്കുമ്പം അങ്കമാലി കഴിഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ വിളിക്കുന്നത് 10:30, 10:45 വിളിച്ചപ്പം ഫോൺ ഔട്ടാണ്. ഈ ഒരു അപകടം മാത്രമാണോ ഇവിടെ നടക്കുന്നത്? അല്ല, എത്രയെത്ര അപകടങ്ങൾ നിർമ്മാണം നടക്കുമ്പോൾ പാലിക്കേണ്ട ഒരു ശ്രദ്ധയും ഇവിടെ പലപ്പോഴും ഉണ്ടായിട്ടില്ല. അശാസ്ത്രീയമായ നിർമ്മാണ ജോലികളാണ് ആലപ്പുഴയിലെ ദേശീയപാത കുരുതിക്കളമാക്കുന്നത്. ഉയരപാത പണിയുന്ന തുറവൂരിനും അരൂരിനും ഇടയിൽ മാത്രം 50ഓളം ജീവനുകളാണ് റോഡിൽ രക്തസാക്ഷികളായത്.
രാജ്യത്തെ ഏറ്റവും നീളമേറിയ ഉയരപാതയുടെ നിർമ്മാണമാണ് അരൂര് മുതൽ തുറവൂര് വരെ നടക്കുന്നത്. ഈ ഉയരപാതയുടെ നിർമ്മാണം ആരംഭിച്ചത് മുതൽ അപകടങ്ങളും മരണങ്ങളും ഇവിടെ പതിവാണ്. ഒരു 50-ൽ താഴെ മരണങ്ങൾ ഈ ദേശീയപാതയുടെ ഈ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണമായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഇതുവരെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് അത്രയും പേരുടെ. അത് പലപ്പോഴും നമ്മുടെ ഇതിൻ്റെ വർക്കിൻ്റെ അനാസ്ഥ കൊണ്ടൊക്കെയാണ്. ഇപ്പോൾ ഈ സംഭവിച്ചതും അങ്ങനെ തന്നെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൈക്കിളിൽ പോകാനായിട്ട് ജീവൻ പണയം വെച്ച് വേണം പോകാൻ. കാൽനട യാത്രക്കാരെന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ അവരാണെന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവർ ചെയ്യുന്നില്ല. മാക്സിമം സ്പീഡിലാണ് അവർ പോകുന്നത്. പരാതികൾ നിരവധി തവണ ഉന്നയിച്ചു. പക്ഷേ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിടുന്നതല്ലാതെ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കൊച്ചി മെട്രോ പണി തുടങ്ങിയ കാലത്ത് കുറച്ച് പോസ്റ്ററുകൾ കണ്ടത് ഓർമ്മയുണ്ടോ? കൃത്യമായ വാക്കുകൾ ഓർമ്മ കിട്ടുന്നില്ല എങ്കിലും അതിലെ സന്ദേശങ്ങൾ ഇങ്ങനെയായിരുന്നു: ഇന്ന് അല്പം ബുദ്ധിമുട്ടിയാലും നാളെ സുഖമായി യാത്ര ചെയ്യാം, ഇന്നത്തെ കഷ്ടപ്പാട് നാളത്തെ സന്തോഷം എന്നൊക്കെയായിരുന്നു. പൊതുജനങ്ങൾ അല്പം ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കാൻ തയ്യാറാണ്. പക്ഷേ നിർമ്മാണ സമയത്ത് സാധ്യമായ എല്ലാ മുൻകരുതലും എടുക്കുന്നുണ്ട് എന്നും പരമാവധി ബുദ്ധിമുട്ട് കുറയ്ക്കാൻ ശ്രമമുണ്ട് എന്നും അവർക്ക് ബോധ്യപ്പെടണം. മറിച്ച് ഒരു മുന്നറിയിപ്പ് ബോർഡ് വയ്ക്കാൻ പോലും മടി കാണിക്കുന്ന നിർമ്മാണ കമ്പനികൾ നാട്ടുകാരുടെ പരാതികൾ കണ്ടമട്ട് നടിക്കാതിരിക്കുമ്പോൾ ആരാണ് ഇടപെടേണ്ടത്? 50 ജീവനുകൾ പൊലിഞ്ഞിട്ടും നമ്മുടെ സിസ്റ്റത്തിന് ഒരു നടപടിയും എടുക്കാൻ കഴിയുന്നില്ല. പിന്നെ ഈ സിസ്റ്റം കൊണ്ട് എന്താണ് പ്രയോജനം?